ഹൈ ഡിമാൻഡ് ഹൈ ഡിമാൻഡ് ഹൈ ഡിമാൻഡ് കിട്ടാനില്ല, അതാണ് അവസ്ഥ. ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. വൺ മോർ റിവ്യൂ വീഡിയോ. ഹൈ ഡിമാൻഡ് ഹൈ ഡിമാൻഡ് ഹൈ ഡിമാൻഡ്. സാധനം കിട്ടാനില്ല, മാർക്കറ്റിൽ സാധനം കിട്ടാനില്ല. ഓൺ സ്റ്റോർ ഞാൻ 2 കട UAE മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടറിനെ ഒരാളെ വിളിച്ച് സംസാരിച്ച് അവരുടെയിലും ഔട്ട് ഓഫ് സ്റ്റോക്ക്. വേറൊന്നുമല്ല, കാസിയോ റോയൽ AE1200WHL 5AV. അതെ, അത് തന്നെ മോഡൽ. ഒരു രക്ഷയില്ല. നമ്മുടെ സ്വന്തം കാസിയോയുടെ ലെതർ സ്ട്രാപ്പോട് കൂടിയിട്ടുള്ള ആ ഒരു മോഡൽ. ഒരു രക്ഷയില്ല ഭായ്, ഒരു രക്ഷയില്ല. കാണാൻ മാത്രമുണ്ട് സാധനം. അത്ര ഡിമാൻഡാണ്. മാർക്കറ്റിൽ സാധനം കിട്ടുന്നില്ല. ഞാൻ ഓൾമോസ്റ്റ് 2 കടകളിലും ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറിനെയും കോൺടാക്റ്റ് ചെയ്ത് നോക്കി സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് എല്ലായിടത്തും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണെന്ന് മാത്രമേ കേൾക്കാനുള്ളൂ. വരുമ്പോൾ ഇൻഫോം ചെയ്യാം. അതിന് മാത്രം ഹൈപ്പാണ് ഉണ്ടായിരുന്നത്. അറ്റ് ലാസ്റ്റ് ബൈ ചാൻസ് ഞാനൊരു കടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സാധനം കൊണ്ടുവയ്ക്കലും ഞാനും വൈഫും കൂടി അവിടെ പുറത്തൊരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോയതായിരുന്നു. അപ്പോൾ നേരെ അവർ ഷോക്കേസിൽ ഡിസ്പ്ലേ വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഞങ്ങളിത് കണ്ടു. ഞാൻ കയ്യോടത് പൊക്കാൻ പറഞ്ഞു. അങ്ങനെ ഹൈ ഡിമാൻഡുള്ള നമ്മുടെ സ്വന്തം കാസിയോ റോയൽ നമ്മൾ പൊക്കി, ഒറ്റ പീസ് പൊക്കി. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും എങ്ങനെയാണിത് കുറച്ച് ഫേമസ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. 2024 കാസിയോ ഈ ഒരു കാറ്റഗറി, അതായത് ഈ ഒരു ടൈപ്പ്, ഈ ഒരു ബ്രോൺസും വിത്ത് ലെതർ സ്ട്രാപ്പോടും കൂടിയിട്ടുള്ള ഈ ഒരു മോഡൽ അവർ ഇറക്കുന്നത്. ഇതിന് മുൻപ് ഇതൊരു ചെയിൻ സ്ട്രാപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്, ചെയിൻ ടൈപ്പ് മെറ്റൽ സ്ട്രാപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബ്ലാക്ക് ഒരു സ്ട്രാപ്പിലും ഇത് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഇത് തരംഗമായിട്ടുള്ളത് ഈ ഒരു ലെതർ സ്ട്രാപ്പ് വന്നതോടുകൂടിയാണ്. ഈ ഒരു ലെതർ സ്ട്രാപ്പും അതേപോലെ തന്നെ ഈ ബ്രോൺസ് ഫിനിഷും ഉള്ളിലുള്ള ഈ ഡയലിൻ്റെ ഒരു ബ്ലാക്ക് കളറിങ്ങും കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ സാധനം ഒരു ക്ലാസിക് സ്പോർട്ടി, പിന്നെ എന്തെന്നാ പറയുക, ഒരു കാഷ്വൽ വെയർ വാച്ചായി മാറി. അതാണ് കാസിയോയുടെ AE1200WHL 5AV. ഞാനിത് കുറേ നേരം ഇതിൻ്റെ ഹൈപ്പ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് ഇത് കയ്യിലെടുത്ത് ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ പറഞ്ഞു തരാം. ഇതിന് ബേസിക്കലി കാസിയോ പറയുന്നത് 10 years ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. അതായത് 10 വർഷത്തേക്ക് നമ്മളിതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ട. അതിന് മാത്രമുള്ള ഒരു ക്വാളിറ്റി പറയുന്നുണ്ട്. കാസിയോനെ കുറിച്ച് അറിയാമല്ലോ, കാസിയോ അതൊരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് 10 years ഓഫ് ബാറ്ററി ബാക്കപ്പ്. 44 mm ഒരു വാച്ചാണിത്. അതായത് ഡയൽ സൈസ് 44 mm വരുന്നുണ്ട്. ഇത് നമ്മൾ ഏത് ഡ്രസ്സിങ്ങിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്താലും ഇതൊരു ക്ലാസിക് വെയർ ആയിട്ട് നമുക്ക് എപ്പോഴും ഓൾ ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്ങിൻ്റെ ഒപ്പം ഇത് നമുക്ക് യൂസ്ഫുൾ ആവും. പിന്നെ ഇതിനൊരു സ്പോർട്ടി ലുക്ക് ഉണ്ട് ഗൈസ്. അതാണ് ഈ ഒരു വാച്ചിന് ഹൈ ഡിമാൻഡ് വന്നിട്ടുള്ളത്. ഒരു സ്പോർട്ടി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്ലാസിക്, ഒരു സ്റ്റാൻഡേർഡ്, അതൊരു വിൻറ്റേജ് ലുക്ക് എന്നും പറയാം. എന്തുകൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കയ്യിലേക്കൊന്ന് നോക്കും. അതാണ് ഈ കാസിയോയുടെ ഈ AE1200 5AV. സോ നമ്മൾ കാസിയോ റോയലിനെ കുറിച്ച് നമുക്ക് ചെറിയ രീതിയിലുള്ള കുറച്ച് ഡീറ്റെയിലിംഗ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു 10 year ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ട് കമ്പനി ഇറക്കിയിട്ടുള്ളൊരു നൈസ് ക്ലാസിക് മോഡൽ വാച്ചാണ്. അതായത് ഒരു വിൻറ്റേജ് വാച്ച് കളക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ കാസിയോ സ്പോർട്ടി വാച്ച് എന്ന് പറയാം, ഒരു ഓൾവേസ് വെയർ വാച്ച് എന്ന് പറയാം. അങ്ങനെ കുറേ ഓപ്ഷൻസ്, കുറേ കാറ്റഗറിയിലേക്ക് നമുക്കിതിനെ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് 350 to 400 റേഞ്ചിലാണ് ഇതുള്ളത്. ആമസോണിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണാനുണ്ട്, ബട്ട് എത്രത്തോളം നമുക്കത് ട്രസ്റ്റ്ഫുള്ളായിട്ട് മേടിക്കാം എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഷോപ്സിൽ ഇത് അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്കാണ് തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു 350 to 400 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. UAE ദിർഹം, ഞാൻ UAEയിലെ പ്രൈസാണ് പറയുന്നത്. ഇതിൻ്റെ ഡയലിലേക്ക് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ തുടങ്ങുകയാണെന്ന് വെച്ചാൽ നമുക്കിതിലൊരു ഡിജിറ്റൽ അനലോഗ് പോർഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഡിജിറ്റൽ അനലോഗ് പോർഷൻ ഇവിടെ വരുന്നു. ഇവിടെ ഒരു ഡിജിറ്റൽ ടൈമിങ് വരുന്നു, ഡേറ്റ് വരുന്നു, ഡേ വരുന്നു,
പിന്നെ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വേൾഡ് ടൈമിംഗ്. അതായത് മെയിനായിട്ട് ഇതിന് വേൾഡ് ടൈം വാച്ച് എന്നും പറയാൻ പറ്റും. അതായത് എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 48 സിറ്റീസ്, അതായത് 31 ടൈം സോൺസിൻ്റെ ടൈം ഇതിൽ കിട്ടും. 31 ടൈം സോൺസ് ടൈം ഡീറ്റെയിൽസ് ഉണ്ട്. അത് പിന്നെ ഇതിൽ 48 സിറ്റീസിൻ്റെ ടൈമും നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 5 അലാറം യൂസ് ചെയ്യാൻ പറ്റും. 5 അലാറംസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അതേപോലെ കലണ്ടർ ഈസ് ഗോയിങ് അപ് ടു 2099, അതായത് 2099 വരെ. അതായത് നമ്മളതുവരെ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല, ബട്ട് വാച്ച് അതുവരെ നിൽക്കും എന്ന് കാസിയോ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ടൈം അതുവരെ വാച്ചിന് കലണ്ടർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനൊരു അക്രാലിക് ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. 100 mm വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഇതിനുള്ളത്. 100 mm വരെയാണ് ഇതിന് വാട്ടർ റെസിസ്റ്റൻസ് ഉള്ളത്. പിന്നെ ഇതിനൊരു നൈസ് ലെതർ സ്ട്രാപ്പ് കണ്ടോ, ഈ ഒരു ലെതർ സ്ട്രാപ്പിൻ്റെ ഇത് ലുക്കും അതേപോലെ ഒരു ബ്രോൺസ് ഫിനിഷും ഇതിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ഡയൽ ഫിനിഷും കൂടി വരുമ്പോഴാണ് ഈ വാച്ച് റിയൽ ക്ലാസിക് കാറ്റഗറിയിലേക്ക് ആവുന്നത്. ഡിജിറ്റൽ വാച്ചുകളുടെ രാജാവ് എന്ന് തന്നെ നമുക്ക് കാസിയോനെ ഓൾവേസ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡിജിറ്റൽ വാച്ചുകളുടെ രാജാവിൽ ഓൾവേസ് ക്ലാസിക്, ഓൾവേസ് ഓൺ വാച്ച് എന്ന് പറയാം. അതായത് ഈ വേൾഡ് ടൈം കാസിയോ റോയൽ AE 1200 WHL 5AV. സോ ഇനി നമ്മളിതൊന്ന് കയ്യുമ്മ കെട്ടിയതിന് ശേഷം എന്താണ് ഇതിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളും നമുക്കൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പം നിങ്ങളിത് ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് സ്ട്രാപ്പ് ഇട്ടു. എനിക്ക് തോന്നുന്നത് ഈ സ്ട്രാപ്പിൻ്റെ ഈ ബക്കിൾ ഏരിയയിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ കൊടുക്കുകയായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാസിക് ലുക്ക് വന്നേന്ന്. ഇതിപ്പോൾ നമ്മളൊരു റൗണ്ട് ടൈപ്പ് ബക്കിളിങ് ആണ് കൊടുക്കുന്നത്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നൈസ്. നോക്ക്, ഈ ഒരു കൈമ കെട്ടുമ്പോൾ ഒരു ഫിനിഷിങ് എന്താണെന്ന് നോക്കി. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ, ഇവിടെ ഡേ കാണിക്കുന്നുണ്ട്, ഇവിടെ മന്ത്, ഡേറ്റ്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു അനലോഗ് ക്ലോക്ക്, അതായത് ടൈം ഡിസ്പ്ലേ ഉണ്ട് ഇതിൽ. ഡിജിറ്റൽ അനലോഗ് അത് കാണാൻ മനസ്സിലായില്ലേ. നമ്മളിവിടെ ഈ വേൾഡ് ടൈം അക്കോർഡിംഗ്ലി ചേഞ്ച് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ കൂടി ഈ ഒരു ഡിജിറ്റൽ അനലോഗ് വിൽ ബി ഷോ ദി ഹോം ടൈം, അതായത് ബേസിക് ടൈം ഏതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അലാറം ഓൺ ആണോ ഓഫ് ആണോ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഓൾവേസ് ഒരു ക്ലാസിക് ലുക്കും, അതായത് ഒരു സ്പോർട്ടി ലുക്കും, ഒരു എന്താ പറയുക, ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒത്തിരി അന്വേഷിച്ച് നടന്നൊരു വാച്ചാണിത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം, ഇല്ലെങ്കിൽ കൈമ കെട്ടിയ സൂപ്പർ ലുക്കാവും എന്ന് എനിക്ക് തോന്നി. അതാണ് ഈ സാധനം മാർക്കറ്റിൽ ഇത്ര ഡിമാൻഡായിട്ടുള്ളത്. കിട്ടാനില്ല. എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഗ്രാബ് ചെയ്യണം എന്ന് തന്നെ തോന്നും. അപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് തേടി നടന്നത്. എനിക്ക് ഓൺ സ്റ്റോറിൽ നിന്ന് തന്നെ മേടിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അതായത് ഓൺലൈനിൽ മേടിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഡിലേ ആയത്. ഓൺലൈൻ സ്റ്റോറിൽ ഞാൻ മേടിക്കില്ല എന്ന് വിചാരിച്ച് തന്നെയായിരുന്നു. അപ്പോൾ അതിന് കിട്ടിയൊരു ദൈവാനുഗ്രഹം. അതുകൊണ്ട് തന്നെ എനിക്ക് ഓൺ സ്റ്റോറിൽ തന്നെ വാക്ക് ഇൻ ചെയ്ത് എടുക്കാൻ പറ്റി. സോ ഇതൊക്കെയാണ് നമ്മുടെ കാസിയോ AE 1200 WHL 5AV കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ്. എനിക്ക് തോന്നുന്നത് ഇത് സ്റ്റൈൽ വാച്ചാണ്. ഓഫീസ് വെയർ ആയാലും നമ്മുടെ ഫോർമൽസ് കാഷ്വൽസ് ആയാലും സ്പോർട്ടി ലുക്കായാലും എല്ലാ കാറ്റഗറിയിലേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചാണ്. അപ്പോൾ താങ്ക്സ് ഫോർ കാസിയോ ആൻഡ് താങ്ക്സ് ഫോർ ദി ഷോപ്പ്. അവരാരായാലും നമുക്ക് അതവിടെ മാറ്റി വെച്ചു എന്ന് പറയില്ല, അവർ ഷോക്കേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഗ്രാബ് ചെയ്യാൻ പറ്റിയതിൽ. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മുടെ കാസിയോ വാച്ചിനെ കുറിച്ചുള്ളൊരു, കാസിയോ റോയലിനെ കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.